സംസ്ഥാനത്ത് മഴ തുടരും. വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, മഴ മുന്നറിയിപ്പിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? അതുപോലെ സംസ്ഥാനത്ത് ഇടത്തരം മഴ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. എന്നാൽ വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വടക്കൻ കേരളത്തിൽ നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. മലയോര മേഖലയിൽ ഒരുപക്ഷെ മഴ കനക്കാൻ സാധ്യത നിലനിൽക്കുന്നു. പൊതുജനങ്ങൾ ജാഗ്രത തുടരണം. അത് മാത്രമല്ല, അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഇരട്ട ന്യൂനമർദ്ദത്തിന്റെ പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട്. അതിനാൽ മത്സ്യത്തൊഴിലാളികളടക്കം ജാഗ്രത പാലിക്കണം. കാരണം കടലിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. അത് തിങ്കളാഴ്ചയോടെ ചുഴലിക്കാറ്റായി, നിലവിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുകയും ചുഴലിക്കാറ്റായി ശക്തി മാറാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. തായ്ലൻഡ് നൽകിയ പേരായ മൺത എന്ന പേരിലായിരിക്കും ചുഴലിക്കാറ്റ് അറിയപ്പെടുക. ആന്ധ്ര തീരങ്ങൾക്കാണ് ജാഗ്രതാ മുന്നറിയിപ്പ് ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് ഇതിനോടകം നൽകിയിട്ടുള്ളത്. ഗോകുൽ. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. വരും ദിവസങ്ങളിലും വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും മഴ ശക്തമായി തന്നെ തുടരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.